സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ടീകോമിന്റെ വീഴ്ചകൾ വ്യക്തമായിട്ടും നഷ്ടപരിഹാര നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട്. നഷ്ടപരിഹാരമല്ല നൽകുന്നതെന്നും ടീകോം ഇതുവരെ പദ്ധതിക്കായി ചിലവഴിച്ച തുകയാണെന്നും വിശദീകരിച്ച് നഷ്ടപരിഹാര കൈമാറ്റ ശ്രമങ്ങളാണ് നടക്കുന്നത്. പദ്ധതിയിൽ സർക്കാരിൻ്റെയും ടീകോം ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെയും വീഴ്ചകൾ ഓരോന്നായി പുറത്തു വന്നിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി കരാറിൽ നിന്ന് ഒഴിവാക്കുന്നതിന് അധികമായി പണമൊന്നും ടീകോമിന് നൽകില്ലെന്നായിരുന്നു മന്ത്രി പി രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അവർ ചെലവഴിച്ചതിൽ എന്താണ് തിരിച്ചു കൊടുക്കാൻ കഴിയുകയെന്നാണ് ആലോചിക്കുന്നതെന്നും നിയമപ്രകാരം പിരിയുകയാണെങ്കിൽ എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു. അത് കൊടുക്കുക എന്നത് മാത്രമാണ് നഷ്ടപരിഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വിശദീകരിച്ചിരുന്നു. ആർബിട്രേഷനിലേക്ക് പോയാൽ പദ്ധതി കൈമാറ്റവും പൂർത്തിയാക്കലും വർഷങ്ങൾ വൈകുമെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ വീഴ്ചകളെല്ലാം സംഭവിച്ചത് ടീകോം ഇൻവെസ്റ്റ്മെന്റിനാണെന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും പുനരാലോചനയ്ക്ക് സർക്കാർ ഒരുക്കമല്ല. പരിസ്ഥിതി സൗഹൃദമായ ഗ്രീൻ കെട്ടിടങ്ങൾക്കുള്ള ലീഡ് അംഗീകാരമുണ്ടെന്ന് ടീകോം തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരുന്നു. വെബ്സൈറ്റുകളിൽ ലീഡ് സർട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ച് പിന്നീട് പിൻവലിച്ചിരുന്നു. എന്നാൽ അപേക്ഷ പോലും നൽകിയിട്ടില്ലായിരുന്നു. പദ്ധതി പൂർത്തിയാക്കാതെ ടീകോം സ്വയം പിന്മാറുമ്പോൾ നഷ്ടപരിഹാരം നൽകുന്നത് എന്ത് കരാറിന്റെ അടിസ്ഥാനത്തിലാണെന്ന വിമർശനം ഉയരുമ്പോൾ സർക്കാരിന് കൃത്യമായ മറുപടിയില്ല. റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾ നടക്കില്ലെന്നറിഞ്ഞ് സ്മാർട്ട് സിറ്റിയോട് താൽപര്യക്കുറവുണ്ടായ ടീകോമിന് സർക്കാർ പ്രഖ്യാപിക്കാനിരിക്കുന്ന നഷ്ടപരിഹാര പാക്കേജ് എന്തായിരിക്കുമെന്നതിലും വ്യക്തതയില്ല. ജനം, കൊച്ചി.